ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നു. ഒന്നുകൂടെ പുറത്ത് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നു. അപ്പോൾ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മൾ യൂറോപ്പിൽ, അതായത് ജർമ്മനിയിൽ ഒരു പേരൻ്റ് തന്നെ ഒരു കുട്ടിയെ വളർത്തി ജോലി നോക്കി ജീവിച്ചു പോകുന്നവരാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അല്ല, ഇനി നാട്ടിൽ നിന്നും സിംഗിൾ പേരൻ്റായിട്ട് വന്ന് കുട്ടീനെയും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞ് കൊണ്ടുവന്ന് കുട്ടീനെയും കൂടെ യൂറോപ്പിൽ നമ്മൾ ജോലി ചെയ്യുന്നതനുസരിച്ച് കൊച്ചിൻ്റെയും കൂടെ പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നോക്കി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. കാരണം എൻ്റെ മോനുണ്ടായി ഒരു 3 വയസ്സ് വരെ ഞാൻ തന്നെയായിരുന്നു ജർമ്മനിയിൽ. അവൻ ഉണ്ടായപ്പോൾ തൊട്ട് 3 വയസ്സ് വരെ അവൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു സിംഗിൾ പാരൻറ്റിങ് ജർമ്മനിയിലായിരിക്കുമ്പോൾ. അതായത് നമ്മൾക്ക് എത്ര സമയം ജോലി ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ കുട്ടീനെ ഡേ കെയർ അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ മെൽഡൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പം അധികം ലാഗടിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റിൽ കൂടെ ചോദിക്കുക. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഉത്തരങ്ങളാണെങ്കിൽ ഞാൻ റെസ്പോൺസ് തരാം, പിന്നെന്താ പറയുക, റെസ്പോണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ജർമ്മനിയിൽ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനർക്കനോങ്ങും അൻഫാസോങ്ങും ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത് 3 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മളുടെ സ്പൗസ് ആരാണോ നാട്ടിലുള്ള അവരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾക്ക് ആവശ്യമായി വരുന്നത് നമ്മുടെ 3 മാസത്തെ സാലറി സ്ലിപ്പ് വേണം. നമ്മുടെ വിസയുടെ പ്രൂഫ് വേണം. അങ്ങനെയുള്ള കാറ്റഗറി എന്തൊക്കെയാണ് വേണ്ടതെന്ന് എൻ്റെ ഒരു വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ അകത്ത് ഞാൻ ഇനിയും അതിനെപ്പറ്റി പറയുന്നില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ വേണം. പിന്നെ കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അതായത് 10ാം ക്ലാസ് കഴിയുന്ന പ്രായമുള്ള വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഡിപ്പെൻഡൻ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ള പേരൻ്റ് അല്ലെങ്കിൽ ഒരു അമ്മ തന്നെയായിരിക്കും കുട്ടീനെ നാട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, ആ അമ്മയുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ കൂടി, അല്ലെങ്കിൽ ഫാദർ തന്നെയായിരിക്കും കൊച്ചിനെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ജർമ്മനിയിലേക്ക് വരണം, പിന്നെ കുട്ടിയെയും കൂടെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞ് ഒന്നാമത്തെ കാര്യം, നമ്മൾ കുട്ടിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നെങ്കിൽ കിൻഡർ ഗാർഡൻ 3 വയസ്സ് തൊട്ടാണ് ഇവിടെ കിൻഡർ ഗാർഡൻ ഒഫീഷ്യലായിട്ട് നമ്മൾക്ക് കുട്ടികളെ വിടാൻ പറ്റുന്നത്. അപ്പോൾ 3 തൊട്ട് 6 വയസ്സ് വരെയാണ്. 6ാമത്തെ വയസ്സിലാണ് അവർ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പോകാൻ തുടങ്ങുന്നത്. അപ്പോൾ അതുവരെയുള്ള ടൈമിങ് നമുക്ക് കിൻഡർ ഗാർഡൻ, നമ്മൾ ഏത് സ്ഥലത്താണോ നമ്മൾ അവിടുത്തെ റാറ്റ് ഹൗസുമായിട്ട് ഒന്ന് കോണ്ടാക്ട് എടുക്കുക. എന്നിട്ട് അവരോട് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ കിൻഡർ ഗാർഡൻ അപേക്ഷകൾ വയ്ക്കുന്നത് നവംബർ 1ാം തീയതി തൊട്ടാണ് കേട്ടോ. അത് മറക്കാതെ ശ്രദ്ധിക്കുക. 1 നവംബർ ഇറ്റ്സെൽഫ് നമ്മുടെ കുട്ടിക്ക് ഒന്നുകിൽ കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ ഡേ കെയർ ഇതിലേക്ക് പ്ലേസ് വേണമെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്കൊരു ലെറ്റർ വരും, നമ്മൾക്ക് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 കിൻഡർ ഗാർഡൻ്റെ പേര് വരും. നമ്മൾക്ക് എവിടെയാണ് കുട്ടീനെ കൊണ്ടുവിടാനായിട്ട് ഇഷ്ടമുള്ളത് എന്ന് നമുക്ക് നോക്കി പൂരിപ്പിച്ച് അയക്കാൻ കേട്ടോ. നമുക്ക് തന്നെ ചൂസ് ചെയ്യാം എവിടെയാണ് നമ്മൾ വിടാൻ ആഗ്രഹിക്കുന്നതെന്ന്. സാധാരണ രീതിയിൽ നമ്മൾ അടുത്തുള്ള പ്ലേസുകളാണല്ലോ ചൂസ് ചെയ്യുന്നത്.
അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾക്ക് റാറ്റ് ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തേക്കുന്നത് അവിടെ നിന്ന് നമ്മൾക്കൊരു ലെറ്റർ വരും. അതായത് നിങ്ങളുടെ കുട്ടിക്ക് പ്ലേസ് കിട്ടിയിട്ടുണ്ട്, അല്ല ഞങ്ങൾക്ക് പ്ലേസ് ഇല്ല, പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടി വരും. പിന്നെ നമ്മൾ കിൻഡർ ഗാർഡനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം നോക്കുക ഗാൻസ്ടാഗ് കിൻഡർ ഗാർഡൻ ഉണ്ടോ, ഗാൻസ്ടാഗ് ഡേ കെയർ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഗാൻസ്ടാഗ് ഡേ കെയറിലാണെങ്കിൽ നമുക്ക് കുട്ടീനെ 8 മണി തൊട്ട് ഒരു 4 മണി വരെയാണ് ഗാൻസ്ടാഗ് കിൻഡർ ഗാർഡൻ. എൻ്റെ അടുത്ത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് കുട്ടീനെ കിൻഡർ ഗാർഡനിൽ അല്ലെങ്കിൽ ഡേ കെയറിൽ കൊണ്ടുവിടാം. അപ്പോൾ ഇൻ കേസ് പേരൻസ് ഇച്ചിലൂടെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകേണ്ടവരാണെന്ന് വിചാരിച്ചാൽ ചില കിൻഡർ ഗാർഡനിൽ 7 മണി തൊട്ടുള്ള പെത്രോയും ഉണ്ട്, കിൻഡർ ഗാർഡനിലും ഉണ്ട്, ഡേ കെയറിലും ഉണ്ട്. അപ്പോൾ അതായത് കിറ്റലും ഉണ്ട്. അപ്പോൾ അവിടെ മെൽഡൻ ചെയ്യുക, എനിക്ക് 7 മണി തൊട്ടുള്ള ഡേ കെയർ ആണ് അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ സൈറ്റാണ് വേണ്ടത്, അതായത് ഗാൻസ്ടാഗ് കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ കിറ്റ പ്ലേസ് ആണ് വേണ്ടതെന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ മെൽഡൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ 7 മണി തൊട്ട് 8 മണി വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് കിൻഡർ ഗാർഡനിൽ പേ ചെയ്യണം. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പേ ചെയ്യണം. പിന്നെ കിറ്റയിലാണെങ്കിൽ നമ്മൾ 2 വയസ്സ് തൊട്ടുള്ള കുട്ടിയാണോ അല്ലെ 1.5 വയസ്സുള്ള കുട്ടിയാണോ അങ്ങനെയുള്ളപ്പം നമ്മൾ അവർക്ക് ഫുൾ എമൗണ്ട് നമ്മളൊരു 250 യൂറോയുടെ അടുത്തോളം നമ്മൾ മാസം പേ ചെയ്യണം. അതുകൂടാതെ കൊച്ചിന് നമ്മൾ ഫുൾ ടൈം ആകുമ്പോൾ അവരുടെ ഫുഡിൻ്റെ എമൗണ്ടും കൂടെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. കിൻഡർ ഗാർഡനിൽ നമ്മൾ ഫുഡ് പേ ചെയ്യണം. ഫുൾ ടൈം കിൻഡർ ഗാർഡനാണ് അപ്ലൈ ചെയ്ത് കിട്ടുന്നതെങ്കിൽ. പിന്നെ എന്താ പറയണ്ടേ, 7 മണി തൊട്ട് 8 മണി വരെയുള്ള ബെത്രോയിങ് ടൈമും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 മണിക്കൂറത്തെ എക്സ്ട്രാ ആയിട്ടും കൂടെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് 1 നവംബർ ആണ് നമ്മൾ അപ്ലിക്കേഷൻ വയ്ക്കേണ്ടത്. റാത്ത് ഹൗസിലാണ് കിൻഡർ ഗാർഡൻ സൈറ്റ് ഉണ്ട്, അതിൽ കയറി കിറ്റ അൻമെൽഡുങ് അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ അൻമെൽഡുങ് എന്ന സൈറ്റ് റാറ്റ് ഹൗസിലുണ്ട്, അവിടെ കയറി നമ്മൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി സെറ്റിലായ പേരൻറ്റ് ആണെങ്കിൽ നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ, അതായത് മദർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഫാദർ ഷിഫ്റ്റ് അങ്ങനത്തെ ഷിഫ്റ്റുകളുണ്ടാവും. അത് ഉണ്ടോയെന്ന് ആദ്യം അന്വേഷിക്കുക, അതനുസരിച്ച് നമ്മുടെ ജോലി മാറ്റുക. അല്ലെങ്കിൽ മോർണിംഗത്തെ ഷിഫ്റ്റ് തന്നെ ആയിട്ട് നോക്കാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ കുട്ടീനെ തന്നെയായിട്ട് നോക്കി കഴിയുമ്പം നമ്മൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വീക്കെൻഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കിൻഡർ ഗാർഡൻ ഓഫുള്ള ദിവസങ്ങളിൽ നമ്മൾ ആരുമില്ല, നമ്മൾ അറിയുന്ന ആൾക്കാരില്ല, ബന്ധുക്കളില്ല, ഫ്രണ്ട്സില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയായ സിറ്റുവേഷനിൽ ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മുടെ വർക്കിംഗ് പ്ലേസിൽ പറഞ്ഞ് അവർ നമുക്കതനുസരിച്ച് മാറ്റി തരുവാണെങ്കിൽ ഓക്കെ, നമ്മുടെ ജോലി അത് ചെയ്ത് അഡ്ജസ്റ്റ് തരുവാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളാവുന്ന കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾക്കൊരാരെയും കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു കിൻഡർ ബെത്രോയുങ്, കിൻഡർ മേച്ചിൻ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് ജർമ്മനിയിൽ. അത് നമ്മൾക്ക് ഓൺലൈനിൽ കയറി നമ്മുടെ അടുത്ത് എവിടെയാണോ ഉള്ളതെന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നമ്മൾക്ക് അവരെ അപ്പോയിൻറ്റ് ചെയ്യാം. അവർക്ക് മണിക്കൂറിൽ 13 യൂറോ 14 യൂറോ ഒക്കെ നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനും കൂടെ പ്രിപ്പയർഡ് ആയിരിക്കുക. അങ്ങനെയൊക്കെ പ്രിപ്പയർ ആയിട്ട് വേണം ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടി. സിംഗിൾ പേരൻറ്റിങ് ആണെങ്കിൽ ഒരുപാട് സ്ട്രെസ്സുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ് കൊച്ചിനെ കൊണ്ട് തന്നെ. പക്ഷേ നമ്മൾക്ക് നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് ആ ടൈം അനുസരിച്ച് നമുക്ക് ജോലി അവർ ചിലപ്പം നമ്മൾ കുറച്ച് മണിക്കൂറുകൾ കുറയ്ക്കണം എന്ന് വരുമായിരിക്കും. നമുക്ക് ഫുൾ ടൈം ജോബ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇങ്ങനത്തെ അവസ്ഥയിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്താ പറയുന്നത്, ജോലി റെഡ്യൂസ് ചെയ്യുക, മണിക്കൂർ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ വർക്കിംഗ് പ്ലേസിൽ നിന്ന് എന്തായാലും അവർ അത് നമ്മൾക്ക് ഓക്കെ ആക്കി തരും നമ്മൾ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ. ഇല്ലെങ്കിൽ 2 വർഷമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ കുട്ടീനെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ എവിടെയെങ്കിലും പ്ലേസ്, നമ്മൾ വർക്കിംഗ് പ്ലേസ് മാറാനായിട്ട് നോക്കുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അവിടെ നമ്മുടെ കാര്യങ്ങൾ പറയുക. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് മാത്രം ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ല അങ്ങനെയുള്ള കാര്യം. കാരണം കുട്ടി ഉച്ച കഴിഞ്ഞുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ
കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വീട്ടിൽ നിർത്തുക. അപ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവാണ്. കാരണം നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ നമ്മൾക്കിടെ കയ്യിൽ മതിയാവാതെ വരും. കാരണം നമ്മൾ എന്താ പറയുന്നത്, കിൻഡർമേഷനെ വെച്ച് ബെത്രോയും വെച്ച് കുട്ടീനെ നോക്കി കഴിയുമ്പോൾ നമ്മൾ നോർമൽ ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതനുസരിച്ച് ഡ്യൂട്ടി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വീക്കെൻഡിൽ നമ്മൾ കിൻഡർമേച്ചിനെ വെക്കണം. കാരണം വീക്കെൻഡ് നമ്മൾ മസ്റ്റായിട്ട് വർക്ക് ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓൾട്ടർനേറ്റീവ് വീക്കെൻഡ് ആയിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആളെ വെച്ചിട്ട് കുട്ടിയെ നോക്കുക. നമ്മൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ അവർക്ക് പോവാം. അങ്ങനെയുള്ള, അതായത് നമ്മൾ ഫിക്സായിട്ട് ആളെ വെച്ച് കുട്ടിയെ നോക്കേണ്ടതായിട്ടും ഫെത്രാഗും കാര്യങ്ങളൊക്കെ എഴുതി നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇൻ കേസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടാഗസ് മോട്ടറിനെ അന്വേഷിക്കുക. അപ്പോൾ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ചിലപ്പം കുട്ടികളെ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ അതെല്ലാം സെർച്ച് ചെയ്ത് എല്ലാം പ്രോപ്പർലി ഓർഡർ ചെയ്ത് അറേഞ്ച് ചെയ്ത് ജോലിയുടെ കാര്യം, കൊച്ചിൻ്റെ ബെത്രോയിങ്ങിൻ്റെ കാര്യം, നമ്മുടെ വീക്കെൻഡ് ഡ്യൂട്ടിയുടെ കാര്യം, പിന്നെ സ്റ്റെല്ല കുറയ്ക്കണമെങ്കിൽ സ്റ്റെല്ല കുറയ്ക്കേണ്ട കാര്യം, ഇവയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ആണ് കേട്ടോ നമ്മൾ പിന്നെ എല്ലാം ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞിട്ട് വേണം കുട്ടീനെ കൊണ്ടുവരാൻ നോക്കാൻ. അല്ലാതെ നമ്മൾ കുട്ടീനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ നോക്കാൻ ആരുമില്ല, സ്ട്രെസ്സാവും, നമുക്ക് വർക്കിന് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഏൺ ചെയ്യുന്നതിൻ്റെ മുക്കാഭാഗവും നമ്മൾ കുട്ടീനെ നോക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും അറേഞ്ച് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അവരെ തനിയെ നമ്മൾക്ക് ജർമ്മനിയിൽ നമ്മൾക്ക് വീട്ടിലിരുത്തിയിട്ട് പോകാൻ പറ്റത്തില്ല. 12 വയസ്സ് വരെ കുട്ടികളെ ഒരിക്കലും തനിയെ വീട്ടിൽ ഇരുത്താൻ പാടില്ല, അത് ശിക്ഷാർഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെയുള്ള പേരൻ്റ് ആണെങ്കിൽ കുട്ടീനെയും കൂടെ കൊണ്ടുവന്ന് ജർമ്മനിയിൽ ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ 12 വയസ്സ് വരെ കുട്ടിയെ നാട്ടിൽ പഠിക്കാൻ നിർത്തുക. എന്നിട്ട് എന്താണെന്ന് പറയണ്ടേ, 12 വയസ്സ് കഴിയുമ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ ചിലപ്പം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ നമുക്ക് നോക്കിയെടുക്കാം. കിൻഡർ ബെത്രോയും ഉള്ള കിൻഡർ ഗാർഡനുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് വേണ്ടി അവിടെ മെൽഡൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൊച്ചിനെ കൊണ്ട് വിട്ടിട്ട് ഡ്യൂട്ടിക്ക് പോകാം. ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നു കഴിയുമ്പോൾ കുട്ടീനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വരാം. അങ്ങനെയുള്ള ഒരു സെറ്റിൽമെൻറ്റും കൂടെ ഉണ്ട്. അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ ഒരുപാടുണ്ട്. അത് നോക്കി കൂടെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഗാൻസ്റ്റാവ് ഷൂളയുണ്ട്. നമ്മുടെ സ്കൂൾ കഴിഞ്ഞാലും നമുക്കൊരു 4 മണി വരെ കുട്ടികളെ സ്കൂളിൽ ഇരുത്താം. അവിടെ വെച്ച് തന്നെ ഒരു ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മൾ 4 മണിയാകുമ്പോൾ പോയി കൊണ്ടുവന്നാൽ മതി. ആ ഒരു കാര്യങ്ങളും അങ്ങനത്തെ സെറ്റിൽമെൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ജർമ്മനിയിൽ. അതുകൊണ്ട് ആരും പേടിക്കണ്ട. കുട്ടികളെയും കൊണ്ട് വന്നാൽ എങ്ങനെയാവും, ജോലി ചെയ്യാൻ പറ്റുമോ, തന്നെയാവുമോ. കുഞ്ഞു കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കുട്ടിക്ക് ഒരു 5, 6, 7 വയസ്സായി നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന സമയമൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കതനുസരിച്ച് ജോലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാം, അതൊരു ട്രിക്കാണ് കേട്ടോ. കാരണം നമ്മുടെ കുട്ടികൾ 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുകയാണ്. 15, 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടീനെ ഈ പ്രായത്തിൽ പഠിക്കുന്നപ്പോൾ തന്നെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ജർമ്മനിയിൽ ഹോളിഡേയ്സ് ടൈമിൽ കൊണ്ടുവരിക. എന്നിട്ട് ഹോളിഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ പറഞ്ഞു വിടാം. അത് കഴിഞ്ഞിട്ട് എല്ലാ 6 മാസം കൂടുമ്പോഴും വന്നു പോയാൽ മതി. പിന്നെ വിസ പുതുക്കേണ്ട സമയത്ത് വന്നു പോവുക. അപ്പോൾ ജർമ്മനിയിലേക്കുള്ള വിസ കട്ടാവാതെ നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ വിസ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകുന്ന ഒരു ഇത് ജർമ്മനിയിലുണ്ട് കേട്ടോ. നമ്മൾ 6 മാസത്തിൽ കൂടുതൽ നാട്ടിൽ മാറി നിന്നാൽ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാം. അപ്പോൾ അതൊരുപാട് സഹായപ്രദമാകും. കാരണം 16 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ A1 പഠിക്കണം, B2 പഠിക്കണം, നല്ല ലാംഗ്വേജ് എഫിഷ്യൻസി ഉണ്ടാവണം.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഈ ഒരു മെത്തേഡും കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ, ടേക്ക് കെയർ.